നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 81 മുതൽ 89 വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിക്കുന്നു. UDFന് 51 മുതൽ 59 വരെ സീറ്റുകൾ ലഭിക്കും. BJPക്ക് 3 സീറ്റുകൾ ലഭിക്കാനും സീറ്റൊന്നും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നും സർവേ പ്രവചിക്കുന്നു. മെയ് 6 മുതൽ 8 വരെയായിരുന്നു സർവേ നടത്തിയത്. 97 നിയമസഭാ മണ്ഡലങ്ങളിലെ 582 ബൂത്തുകളിൽ വോട്ടവകാശമുള്ള 17,460 വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസ് സർവേ നടത്തിയത്. നാളത്തെ കേരളത്തെ മുൻനിർത്തിയുള്ള CS അഭിപ്രായ സർവേ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മലബാറിന്റെയും മധ്യ കേരളത്തിന്റെയും തിരുവിതാംകൂറിന്റെയും ചിത്രം അനാവരണം ചെയ്തതിനെ മുൻനിർത്തി എന്താണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം? ഇന്ന് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ വിധിയെഴുതുന്നത്? നോക്കാം. LDF 81 മുതൽ 89 സീറ്റ് വരെ, UDF 51 മുതൽ 59 സീറ്റ് വരെ, BJP 0 മുതൽ പരമാവധി 3 സീറ്റ് വരെ. ഇതാണ് ഇന്ന് ഒരു വിധിയെഴുത്ത് നടന്നാൽ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ടാലി. LDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് സർവേ പ്രവചിക്കുന്നു. മലബാറിൽ LDF വൻ മുന്നേറ്റം നടത്തും. LDFന് 37 മുതൽ 40 വരെ സീറ്റുകളും UDFന് 20 മുതൽ 23 വരെ സീറ്റുകളും മലബാറിൽ ലഭിക്കും. BJPക്ക് 1 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. മധ്യകേരളത്തിൽ UDFന് നേരിയ മേൽക്കൈയുണ്ട്. എന്നാൽ 2011 അപേക്ഷിച്ച് സീറ്റുകൾ കുറയും. മധ്യകേരളത്തിൽ UDFന് 20 മുതൽ 23 വരെ സീറ്റുകളും LDFന് 18 മുതൽ 21 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. ഈ മേഖലയിൽ BJPക്ക് സീറ്റൊന്നും ലഭിക്കില്ല. തെക്കൻ കേരളത്തിൽ LDF വൻ മുന്നേറ്റം നടത്തുമെന്ന് സർവേ പ്രവചിക്കുന്നു. ഇവിടെ LDFന് 25 മുതൽ 27 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. UDFന് 12 മുതൽ 14 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. BJP ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന തെക്കൻ കേരളത്തിൽ സീറ്റൊന്നും ഉറപ്പിക്കാനാവില്ല. 2 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDFന് 43.1% വോട്ടും UDFന് 40.6% വോട്ടും BJPക്ക് 14.1% വോട്ടും ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CES സർവേ ചൂണ്ടിക്കാട്ടുന്നു. UDF ഭരണത്തിന് കീഴിൽ അഴിമതി വർദ്ധിച്ചതായി 70.4% പേർ അഭിപ്രായപ്പെട്ടു. UDF ഭരണത്തിൽ 51.1% പേർ അതൃപ്തരാണെന്ന് CES സർവേ ചൂണ്ടിക്കാട്ടുന്നു. 42.5% പേർ മാത്രമാണ് തൃപ്തർ. വോട്ട് ചെയ്യാനുള്ള പ്രഥമ പരിഗണന പാർട്ടിക്കാണെന്ന് 46.5% പേർ പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ മികവിനാണ് മുഖ്യ പരിഗണനയെന്ന് 43.7% പേരും അഭിപ്രായപ്പെടുന്നു. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ 59.5% വോട്ടർമാരും അതൃപ്തരാണ്. BJPയുടെ മുഖ്യപ്രചാരകനായിരുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയുള്ളവർ 13% പേർ മാത്രം. 28.2% പേർ ഏറെക്കുറെ തൃപ്തരാണ്. 40% പേർ അതൃപ്തരും. 9.8% പേർ ഏറെക്കുറെ അതൃപ്തരുമാണ്. UDF ഭരണത്തിന് കീഴിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതായി 78.8% പേരും അഴിമതി വർദ്ധിച്ചതായി 70.4% പേരും അഭിപ്രായപ്പെടുന്നു. BDJS സഖ്യം BJPക്ക് ഗുണം ചെയ്തതായി 34% പറയുമ്പോൾ 34.1% പേർക്ക് എതിരഭിപ്രായമാണ്. വികസനം, കൃഷി, തൊഴിൽക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവയിലെല്ലാം LDF ആണ് UDFനേക്കാൾ മികച്ചതെന്ന് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നു. വിവാദ ഭൂമിദാന ഉത്തരവുകൾ UDFന് ദോഷം ചെയ്തെന്ന് 59.2%, അഴിമതി ആരോപണം നേരിട്ട മന്ത്രിമാർ മത്സരിക്കുന്നത് UDFന് ദോഷം ചെയ്തെന്ന് 66.4%, ബാർക്കോഴ കേസിലെ സർക്കാർ തീരുമാനങ്ങളോട് യോജിക്കാനാവില്ലെന്ന് 59% പേരും അഭിപ്രായപ്പെടുന്നു. നവമാധ്യമങ്ങളിൽ മുതിർന്ന നേതാക്കൾ സജീവമായതിനെ 41.9% പേർ നല്ല പ്രവണതയായാണ് വിലയിരുത്തുന്നത്. പുരുഷന്മാരിലെ 42.8% LDFനെ അനുകൂലിക്കുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നത് 39.7% മാത്രം. 42.8% സ്ത്രീകൾ LDFനെ പിന്തുണയ്ക്കുമ്പോൾ UDFന് 42.1% സ്ത്രീകളുടെ പിന്തുണയുണ്ട്. ചെറുപ്പക്കാരും മധ്യവയസ്കരും കൂടുതലായി LDFനെ പിന്തുണയ്ക്കുമ്പോൾ
50 മുതൽ 59 വരെ പ്രായമുള്ളവർക്കിടയിൽ മാത്രം UDFന് നേരിയ മേൽക്കൈയുണ്ട്. UDFന് ഹിന്ദു വോട്ടർമാർക്കിടയിൽ വൻ തിരിച്ചടിയുണ്ടായി. ഇവർക്കിടയിൽ 49.1% LDFനെ പിന്തുണയ്ക്കുമ്പോൾ UDFന് ലഭിക്കുന്നത് 28.1%ന്റെയും BJPക്ക് 20.8%ന്റെയും പിന്തുണയാണ്. മുസ്ലിം വിഭാഗത്തിലെ 55%ന്റെ പിന്തുണ UDFനും 41.2%ന്റെ പിന്തുണ LDFനുമുണ്ട്. LDFന് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ മുസ്ലിം വോട്ടർമാരുടെ വോട്ടുകൾ ലഭിക്കും. ക്രിസ്തു മതവിശ്വാസികളിലെ 60.7% UDFനെയും 31.4% LDFനെയും പിന്തുണയ്ക്കുന്നതായും സർവേ ചൂണ്ടിക്കാട്ടുന്നു. BDJS BJPയുമായി സഖ്യമുണ്ടാക്കിയത് LDFന്റെ ഈഴവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയിട്ടില്ലെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. സോളാർ കേസിൽ മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തെളിവ് വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. പാമോലിൻ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി എല്ലാ ശ്രമവും നടത്തി. ഒരു വകുപ്പും അഴിമതി വിമുക്തമല്ലെന്ന് തെളിഞ്ഞുവെന്നും കോടിയേരി പറഞ്ഞു. ജോഷില ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ജോഷില, എന്തൊക്കെ കാര്യങ്ങളാണ് കോടിയേരി പറഞ്ഞത്? മനു, UDFന്റെ അഴിമതി ഭരണത്തെ തൂത്തെറിയുന്ന ജനവിധിയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം കാണുകയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂരിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ കുംഭകോണത്തിന്റെ പ്രതിസന്ധി കെട്ടടങ്ങിയിട്ടില്ല. തട്ടിപ്പിന് കളമൊരുക്കിയത് മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ്. സോളാർ കമ്മീഷന് തെളിവ് ലഭിച്ചിരിക്കുന്നു എന്ന മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി നിയമസഭയെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്നും കോടിയേരി ചോദിച്ചു. ബാർ അഴിമതി, ഭൂമി കുംഭകോണം, +2 അംഗനവാടി അഴിമതി എന്നിവ പിന്നാലെ വന്ന അഴിമതി കഥകളാണ്. പാമോയിൽ അഴിമതി കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമം നടത്തിയത് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതി ചേർക്കപ്പെടും എന്നതിനാലാണ്. 5000 സ്ത്രീകളാണ് UDF ഭരണത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടത്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകാത്ത സർക്കാരിന് ഭരിക്കാൻ എന്തവകാശമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുകയുണ്ടായി. ജിഷ സംഭവത്തിൽ 15 ദിവസമായിട്ട് പ്രതിയെ പിടികൂടിയിട്ടില്ല. പോലീസാണ് എല്ലാ തെളിവുകളും നശിപ്പിച്ചത്. BJP ഒരു സീറ്റിലും വിജയിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ UDF BJP വോട്ട് കച്ചവടത്തിന് ഒരുങ്ങുകയാണെന്ന് പറഞ്ഞു. അതേസമയം 2006-ൽ 98 സീറ്റ് നേടിയ LDF ചരിത്രം ആവർത്തിക്കുമെന്നും ഇത്തവണ 3 അക്കത്തിലായിരിക്കും LDFന്റെ സീറ്റ് നിലയെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മനു, തീർച്ചയായിട്ടും ജോഷിലാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരികെത്താം. മലബാറിലെ 60 മണ്ഡലങ്ങളിലും ആവേശകരമായ പ്രചാരണമാണ് നടന്നത്. കൊട്ടിക്കലാശം ആവേശോജ്വലമാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. മലബാർ മേഖലയിലെ വിവരങ്ങൾ PV കുട്ടൻ നൽകും. കുട്ടൻ, വളരെ ആവേശകരമായ പ്രചരണമായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി മലബാറിൽ നടന്നത്. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം ഭംഗിയാക്കാനാണ് പ്രവർത്തകരും അണികളും ഒക്കെ അവിടെ ചേരുന്നത്? മനു, ആവേശത്തിന്റെ പാരമ്യത്തിലാണ് മലബാറിലെ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം. നമുക്കറിയാം, മലബാറിൽ മറ്റ് ജില്ലകളൊക്കെ അപേക്ഷിച്ച് മലബാർ ജില്ലകളിൽ രാഷ്ട്രീയത്തിന് വീര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 മാസമായി ഈ മേഖലയിൽ നടന്നു വരുന്നത്. അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു പ്രചാരണ വിശേഷങ്ങളാണ് മലബാറിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുക. ഉച്ചയോടുകൂടി തന്നെ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങൾ, നഗരങ്ങളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി കൂട്ടിക്കലാശത്തിൽ പങ്കുചേരും. സ്ഥാനാർത്ഥികൾ ഉച്ചയോടുകൂടി തന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചരണവുമായി മുന്നോട്ട് എത്തും. കണ്ണൂർ ജില്ലയിൽ ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള റോഡ് ഷോ ഉൾപ്പെടെ നടന്നത്. ധർമ്മടത്ത് മത്സരിക്കുന്ന LDFന്റെ സമുന്നതനായ നേതാവ് പിണറായി വിജയന്റെ പ്രചരണത്തിനായി ഇന്നലെ ഇന്നസെന്റ് MP എത്തിയിരുന്നു. ഇന്നസെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ധർമ്മടത്ത് ഇന്നലെ റോഡ് ഷോ നടന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ എല്ലാ മണ്ഡലങ്ങളിലും LDFന്റെ റോഡ് ഷോ ഇന്നലെയായിരുന്നു നടന്നത്. UDFന്റെ റോഡ് ഷോയും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള കുട്ടിക്കലാശവും ഇന്ന് നടക്കും. വളരെ ആവേശകരമായ പ്രചാരണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡും പാലക്കാടും കോഴിക്കോട്ടും വയനാട്ടിലും മലപ്പുറത്തുമെല്ലാം വളരെ ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള കുട്ടിക്കലാശത്തിലും ആ ആവേശം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു, തീർച്ചയായിട്ടും കുട്ടനാണ് ഈ വിവരങ്ങൾ നൽകിയത്. ഇനി മധ്യ കേരളത്തിലേക്ക് പോകാം. മധ്യ കേരളത്തിലെ 5 ജില്ലകൾ സാക്ഷ്യം വഹിച്ചത് അത്യന്തം വാശിയേറിയ പ്രചരണ കോലാഹലങ്ങൾക്കാണ്. കഴിഞ്ഞ ഒരു മാസം വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഭരണം പിടിക്കാൻ മധ്യ കേരളത്തിലെ ആധിപത്യം ഇരു മുന്നണികൾക്കും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച പ്രചരണമായിരുന്നു കഴിഞ്ഞ ഒരു മാസം നമ്മൾ കണ്ടത്. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം ആവേശത്തിലാണ് മധ്യ കേരളം? മനു, കഴിഞ്ഞ 2-2.5 മാസക്കാലം നടന്ന അങ്ങേയറ്റത്തെ ആവേശകരമായ വാശിയേറിയ പ്രചരണത്തിന്റെ സമാപനം ഇന്നാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പ്രചരണ രംഗത്ത് കണ്ട അതേ വീറും വാശിയും ഇന്ന് കൊട്ടിക്കലാശത്തിലും ദൃശ്യമാകുമെന്ന് ഉറപ്പാണ്. വലിയ ക്രമീകരണങ്ങളാണ് കൊട്ടിക്കലാശത്തിനു വേണ്ടി മുന്നണികളും പോലീസും ഒക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും തന്നെ മണ്ഡലത്തിന്റെ ആസ്ഥാനങ്ങളിലേക്ക്
പ്രവർത്തകരെ എത്തിച്ച് കേന്ദ്രീകൃതമായ ഒരു കുട്ടിക്കലാശത്തിനാണ് മുന്നണികൾ കോപ്പ് കൂട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 2-2:30 തന്നെ പ്രവർത്തകർ നഗരകേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എറണാകുളം നഗരമണ്ഡലത്തിൽ മാത്രം അത്തരം ഒരു ക്രമീകരണം വേണ്ട എന്ന് മുന്നണികൾ തീരുമാനിച്ചിട്ടുണ്ട്. 3 മുന്നണികൾക്കും പ്രത്യേക ഇടം പോലീസ് തിരിച്ചു നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഒപ്പം എറണാകുളം നഗരം നേരിടുന്ന ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ക്രമീകരണം എറണാകുളം നഗരത്തിൽ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ കേന്ദ്രങ്ങളും ഏതാണ്ട് 50 നിയമസഭാ മണ്ഡലങ്ങളാണ് മധ്യ കേരളത്തിലെ 5 ജില്ലകളിലായുള്ളത്. ഈ 50 കേന്ദ്രങ്ങളിലും കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 2 മണിയോടുകൂടി തന്നെ വലിയ ആവേശത്തോടെ 3 മുന്നണികളുടെയും പ്രവർത്തകർ നഗരങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും മധ്യ കേരളത്തിലെ വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരസ്യ പ്രചാരണത്തിന് ഇന്ന് തിരശ്ശീല വീഴും. 2 മാസത്തിലേറെ നീണ്ട പ്രചരണ കോലാഹലത്തിലാണ് ഇന്ന് കൊട്ടിക്കലാശം കുറിക്കപ്പെടുന്നത്. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, തെക്കൻ കേരളം പ്രത്യേകിച്ച് തിരുവനന്തപുരം പിടിച്ചാൽ അധികാരം പിടിക്കാമെന്നുള്ള സമവാക്യത്തിലാണ് ഇരു മുന്നണികളും, ഒപ്പം BJPയും. എങ്ങനെയാണ് തെക്കൻ കേരളത്തിലെ പ്രചരണ വിവരങ്ങളൊപ്പം തന്നെ ഇന്നത്തെ കൊട്ടിക്കലാശത്തിന്റെ ആവേശം? മനു, 60-ലേറെ ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രചരണ കോലാഹലങ്ങൾക്കാണ് ഇനി തിരശ്ശീല വീഴാൻ മണിക്കൂറുകൾ മാത്രം ആയുസുള്ളത്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി നിലനിർത്തിയ പ്രചരണ കോലാഹലങ്ങളുടെ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം തന്നെയായിരിക്കും തിരുവിതാംകൂറിൽ നടക്കുക. പ്രത്യേകിച്ച് മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയാണ് കൊട്ടിക്കലാശം എന്നത്. അതുകൊണ്ട് തന്നെ അല്പം പോലും പുറകോട്ട് പോകാൻ അവർക്കാവില്ല. 3 മുന്നണികളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പ്രചരണങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കാഴ്ചവെക്കുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ AK ആന്റണി തിരുവനന്തപുരത്ത് റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് മറുപടിയായി ബിജെപിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയും സുരേഷ് ഗോപിയും എല്ലാം റോഡ് ഷോ നടത്തുന്നുണ്ട്. CPMന്റെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണും. 3 മണിയോടുകൂടി BJPയുടെ പ്രസിഡന്റ് അമിത്ഷാ അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. ഇത് അവർ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ദേശീയ നേതാക്കന്മാരെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിനായി ഇറക്കുക എന്ന തന്ത്രമാണ് 3 മുന്നണികളും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം വളരെ പ്രവചനാതീതമാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടതായി വരും. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ മേധാവിത്വം നേടാമെന്നാണ് എല്ലാ മുന്നണികളും കണക്കുകൂട്ടുന്നത്. തീർച്ചയായിട്ടും ജീവനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരികെ വാർത്തകളിലേക്ക്. നികേഷ് കുമാറിനെ TV സ്ക്രീനിൽ അവതാരകനായി കാണാത്തതിനാൽ ഭക്ഷണത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞ് ആരാധകനുണ്ട് മൊറാഴയിൽ. കഴിഞ്ഞ ദിവസം തന്റെ ആരാധനാപാത്രത്തെ നേരിൽ കാണാനായതിന്റെ സന്തോഷത്തിലാണ് ഈ 4 വയസ്സുകാരൻ. 3-ാം വയസ്സു മുതൽ തുടങ്ങിയതാണ് സൂര്യനാരായണന് നികേഷിനോടുള്ള ആരാധന. ആരാധകർ ഒരുപാടുണ്ട് MV നികേഷ് കുമാറിന്. എന്നാൽ കഴിഞ്ഞ ദിവസം റോഡ് ഷോയ്ക്കിടെ കാണാനെത്തിയ ആരാധകനെ കണ്ട് നികേഷ് കുമാറും ഒട്ടും നമ്പരുന്നു. 4 വയസ്സുകാരൻ സൂര്യനാരായണൻ. നികേഷിന്റെ വാർത്താവതരണം 3 വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയ സൂര്യനാരായണന് നികേഷ് സ്ക്രീൻ വിട്ടതോടെ ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ട്. ചോറുണ്ണുന്നതുപോലും സ്ക്രീനിൽ നികേഷിനെ കണ്ടാവണം എന്ന് നിർബന്ധമുണ്ട് ഈ കുഞ്ഞു സൂര്യന്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ നികേഷ് ഇറങ്ങിയതോടെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് മൊറാഴയിലെ അശോക് കുമാറും പ്രസീതയും മകന് ചോറ് നൽകുന്നതും. അപ്പോൾ ഈ നികേഷിന്റെ വാർത്ത ഇവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ പിന്നെ ആ രീതിയിൽ ആ ന്യൂസ് കണ്ടാൽ മാത്രമേ പിന്നെ നമുക്ക് ആ ന്യൂസ് മാത്രമേ കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നികേഷിന്റെ ഏതെങ്കിലും ഒരു പരിപാടി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക. ഒരു 3 വയസ്സുള്ളപ്പോൾ തൊട്ട് നികേഷിന്റെ വാർത്ത ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നികേഷ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സങ്കടമാണ്. ഇരുവരും കണ്ടുമുട്ടിയ രംഗം ഏറെ വികാര നിർഭരമായിരുന്നു. പലതരത്തിൽ ആളുകൾ സ്നേഹം കാണിക്കാറുണ്ട്. എപ്പോഴും അതായിരുന്നു നമ്മുടെ എല്ലാം ഒരു കരുത്ത്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നമ്മളോടൊരു സ്നേഹം, എന്തോ ഒരു കണക്ട് തോന്നുന്നുണ്ടല്ലോ. അത് വലിയ സന്തോഷം. തന്റെ പ്രിയ വാർത്താവതാരകൻ മുത്തം നൽകി കെട്ടിപ്പിടിച്ച് ഒരുപാട് തവണ യാത്ര ചോദിച്ചപ്പോൾ സൂര്യനാരായണനും സന്തോഷമായി. ഇനി ചോറുണ്ടോളാം എന്ന ഉറപ്പോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയതും. ആരാധകരിലെ കുഞ്ഞ് ആരാധകൻ നികേഷിനെ നേരിൽ കണ്ടപ്പോഴുള്ള സന്തോഷത്തിലാണവൻ. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.